വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അരേന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ഇതുപോലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഫുമിയേഷന് റീസെന്റ് ആയിട്ടും അതുപോലെ തന്നെ മുമ്പും ഒരുപാട് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഇനിയും സബ് ചെയ്യാത്തവർ ജസ്റ്റ് എന്ത് ചെയ്യുക, സബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തോ. ഓക്കെ, അപ്പോൾ നേരിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിലോട്ട് പോവാം. Write a program in C to read n number of values in an array and display the array after deleting two values next to the multiples of 5. അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. എന്താ, യൂസറിന്റെ കയ്യിൽ നിന്ന് ഒരു n നമ്പർ ഓഫ് വാല്യൂസിനെ റീഡ് ചെയ്തിട്ട് അതിൽ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തൊട്ടടുത്ത 2 എലമെന്റ്സിനെ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഓൺലൈൻ കമ്പൈലർ ഞാൻ ഇവിടെ ജസ്റ്റ് കുറച്ച് കോഡ് എഴുതിയിട്ടുണ്ട്, അത് എന്താണെന്നൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ ലൈനിൽ ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഇതിന് എന്ത് ചെയ്യാത്തത്, പ്രത്യേകിച്ച് ടൈം എടുക്കാത്തത്. ഓക്കെ, ഇവിടെ എന്നാലും ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സൈസ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വേരിയബിൾ, അതായത് ഡിക്ലെയർ ചെയ്തിട്ടുള്ള വേരിയബിൾ ഫസ്റ്റ് സൈസ്, അതുപോലെ തന്നെ i എന്ന് പറയുന്ന വേരിയബിൾ, നെക്സ്റ്റ് a എന്ന് പറയുന്ന ഒരു അരേ, അതിൽ 100 എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫോൾട്ടായിട്ട് ഒരു സൈസ് കൊടുത്തിട്ടുണ്ട് ഡിക്ലെയർ ചെയ്തിട്ട്. നെക്സ്റ്റ് എന്താണ്, ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൂടി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ 0 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഇൻഡെക്സ് എന്ന് പറയുന്ന വേരിയബിൾ എന്തിനാ യൂസ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്യുക, കോഡ് ചെയ്യുമ്പോൾ പറയാം. അതുപോലെ തന്നെ യൂസറിൻ്റെ കയ്യിൽ നിന്ന് പ്രിന്റ്എഫിൽ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റർ ദ സൈസ് എന്ന് പറഞ്ഞൊരു കമാൻഡ് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് സ്കാൻഎഫിൽ സൈസിലോട്ട് വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. നെക്സ്റ്റ് വീണ്ടും എൻ്റർ, എത്രയാണോ ആ സൈസ് കൊടുത്തിട്ടുള്ള അത്ര എലമെന്റ്സ് എൻ്റർ ചെയ്യാൻ പറയുന്നു. ഫോർ ലൂപ്പിൽ എന്ത് ചെയ്യുക, ഓരോ എലമെന്റ്സും ആ എ എന്ന് പറയുന്ന അറയിലോട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇത്ര കാര്യമാണ് നമ്മൾ ഇവിടെ ഫസ്റ്റ് ചെയ്യുന്നത്. ഇനിയാണ് നമ്മുടെ കോഡ് എഴുതാൻ പോകുന്നത്. ഇനി നമ്മുടെ ലോജിക്, ഇപ്പോൾ ആദ്യത്തെ പാർട്ട് നമ്മൾ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഐൻ്റെ വാല്യൂ 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ i ലെസ് ദാൻ ഇത് സൈസ് വരെ. നെക്സ്റ്റ് അതിൻ്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ നമ്മുടെ മെയിൻ ഫോർ ലൂപ്പാണ്. ഇവിടെ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ്, 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മുടെ ഫോർ ലൂപ്പിനകത്ത് ഉണ്ടോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയാ ചെക്ക് ചെയ്യുക, a ഓഫ് i മോഡ് 5 ഈക്വൽ ടു 0 ആണെന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ ആണെങ്കിൽ എന്താണ്, 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഈ ഒരു ഇഫ് കണ്ടീഷനകത്താണ് നമ്മൾ എന്ത് ചെയ്യണത്, സ്കിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നമ്മുടെ വീഡിയോയിലുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ. അപ്പോൾ അത് കണ്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ഈ ഒരു രീതിയും കൂടി എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഈ ഒരു ഇഫ് കണ്ടീഷനിൽ ഇപ്പോൾ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരിക. ഇതിൻ്റെ എൽസ് കേസിൽ എന്തായിരിക്കും വരിക, 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലാത്ത ടൈമിൽ. ഇപ്പം നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള അരയിലോട്ട് തന്നെ എന്ത് ചെയ്യും, സെയിം എലമെന്റ്സിനെ നമ്മൾ ഈ സ്കിപ്പ് ചെയ്തിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ എലമെന്റ്സിനെയും സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ പുതിയൊരു അരയൊന്നും ഇവിടെ എടുക്കുന്നില്ല, സെയിം അരയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. എന്നിട്ട് അവസാനം ആ ഒരു അരയിൽ തന്നെ എൻ്ററും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ എൽസ് കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു എലമെന്റ്സിനെ അരയിൽ തന്നെ സ്റ്റോർ ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണേ, എ എന്ന് പറയുന്ന ഒരു സെയിം അരേനെ തന്നെ എടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള ഇൻഡെക്സ് എന്ന് പറയുന്നതിൽ 0 ആണ് വാല്യൂ. അപ്പോൾ അതിലോട്ട് ഒരു തവണ വാല്യൂവിന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റും സെയിം പൊസിഷനിലോട്ട് തന്നെ വെക്കാതിരിക്കാൻ എന്ത് ചെയ്യണം, അതിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടിരിക്കണം. ഇൻഡെക്സ് ++ എന്ന് അതിനകത്ത് കൊടുക്കാൻ കാരണം അതിനാണ്. കാരണം ഒരു പ്രാവശ്യം ഒരു പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യണം, അതിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ളൂ എന്ത് ചെയ്യുക, തൊട്ടടുത്ത പൊസിഷനിലോട്ട് ഇങ്ങനെ വാല്യൂ വെക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. എന്നിട്ട് അതിലോട്ട് എന്താ വെക്കേണ്ടത്, a ഓഫ് iയിലാണ് എന്ത് ചെയ്യുക, കറണ്ട് വാല്യൂ അരയുടെ വാല്യൂ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ അതല്ലാത്ത കേസിൽ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലാത്ത കേസിൽ സെയിം അരയിൽ തന്നെ ആ ഒരു വാല്യൂവിന് വെച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് എത്ര എണ്ണം ഡിലീറ്റ് ചെയ്യേണ്ടത് നോക്കുക. 2 എലമെന്റ്സിനാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 എലമെന്റ്സ് തൊട്ടടുത്തുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഇഫ് കണ്ടീഷൻ കൂടി കൊടുക്കുകയാണ്. എന്നിട്ട് i + 2 ലെസ് ദാൻ സൈസ് ആണോ നോക്കും. അപ്പോൾ i + 2 ലെസ് ദാൻ സൈസ് എന്ന് പറയുമ്പോൾ എന്താ, അതായത് 2 എലമെന്റ്സ് എന്നുണ്ട് അതിൻ്റെ തൊട്ട് മുമ്പുണ്ട്. അതായത് സൈസിനേക്കാൾ 2 എലമെന്റ്സ് മുമ്പാണ് എന്തുള്ളത്, 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ വന്നിട്ടുള്ളത്. 2 എണ്ണത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഐൻ്റെ വാല്യൂ 2 എണ്ണം സ്കിപ്പ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ 5ന്റെ വാല്യൂ
എന്താ ഓക്കെ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്താണ് വന്നു കഴിഞ്ഞാൽ രണ്ട് വാല്യൂ എന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സ്കിപ്പ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുക നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ കോഡ് കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷേ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഇവിടെ പ്രിന്റ്എഫിൽ ന്യൂ അറേ എന്ന് പറഞ്ഞ കൂടി കൊടുക്കാം. ഓക്കെ ഇവിടെ ഫോർ ലൂപ്പിൽ നമ്മൾ ഐൻ്റെ വാല്യൂ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് 0ൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഐ ലെസ് ദാൻ സൈസ് എത്രയാണോ അതുവരെ. നെക്സ്റ്റ് ഐൻ്റെ വാല്യൂ പ്ലസ് ചെയ്യുന്നു. ഓക്കെ ഇവിടെ വേറൊരു കാര്യം നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇഫ് കണ്ടീഷൻ്റെ അകത്ത് നമ്മൾ കൊടുത്ത് രണ്ടെണ്ണത്തിനെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യില്ല നമ്മളെ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം നമ്മൾ രണ്ടെണ്ണത്തിന് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൈസിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം രണ്ടെണ്ണം കുറക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇൻഡെക്സിൻ്റെ വാല്യൂ എത്രയാണോ അതന്നെ കൊടുത്താൽ മതി. കാരണം ഇൻഡെക്സിൽ എത്രയുള്ളൂ വാല്യൂസ് ഉണ്ടാവുക, രണ്ടെണ്ണത്തിന് സ്റ്റോർ ചെയ്ത വാല്യൂസ് അത്ര മാത്രമേ ആഡ് ചെയ്ത് ഇൻക്രിമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പം അത് തന്നെ നമുക്ക് ഇവിടെ കൊടുത്താൽ മതി. പ്രിന്റ്എഫിൽ %d സ്പേസ് ഇട്ടിട്ട് എന്ത് ചെയ്യുക AFI കൊടുക്കാം. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം എന്തെങ്കിലും എറേഴ്സും കാര്യങ്ങളും ഉണ്ടോ നോക്കാം. എൻ്റർ ദ സൈസ് എന്ന് പറയുന്നത് 5 കൊടുത്ത് ഞാൻ എന്ത് ചെയ്യുക അവസാനത്തിൽ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യാം പ്രിന്റ് ചെയ്യുക. ഓക്കെ 5 4 3 2 1. ഓക്കെ പുതിയ ആരെ എന്ത് കിട്ടിയിട്ടുണ്ട് 2 1 എന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, എന്ത് 5 ഇതിൽ മിസ്സിംഗ് ആണ്. ഓക്കെ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ വന്നിട്ട് തൊട്ടടുത്ത രണ്ടെണ്ണം ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്, 4ഉം 3ഉം പോയിട്ടുണ്ട്. അത് നമ്മൾ എന്തുകൊണ്ടാണ് I പ്ലസ് അസൈൻ 2 എന്ന് പറഞ്ഞത്, കാരണം I+2 ലെസ് ദാൻ സൈസ് ആണോ എന്ന് ചെക്ക് ചെയ്ത്. ഓക്കെ രണ്ടെണ്ണത്തിന് ഡിലീറ്റ് ചെയ്യാൻ പറ്റും, കാരണം വീണ്ടും എന്തുണ്ട് സൈസ് ഇനിയുണ്ട്. ഓക്കെ അപ്പോൾ അത്രയും ബാക്കിലാണ് I ഇപ്പോൾ പൊസിഷൻ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ടെണ്ണത്തിന് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കേസിൽ വേറൊരു കാര്യം ചെയ്ത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല 5നെ സ്റ്റോർ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഈ ഒരു ഇഫ് കണ്ടീഷൻ്റെ എൽസ് കേസിൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ ഈ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ആദ്യത്തെ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ആദ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക AF ഇൻഡെക്സ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് അസൈൻ AFI എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും 5 എന്ന് പറയുന്ന വാല്യൂം കൂടി അതിലോട്ട് എന്താവും സ്റ്റോർ ആവും. എന്നിട്ട് എന്ത് ചെയ്യുള്ളൂ 4ഉം 3ഉം അവിടെ നിന്ന് സ്കിപ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ ഒന്നുകൂടി റൺ ചെയ്തിട്ട് നോക്കാം. ഓരോ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. ഓക്കെ ഇനി 5 4 3 2 1 എന്ന് കൊടുത്ത്. ഓക്കെ ഇപ്പോൾ 5 കണ്ടോ കറക്റ്റായിട്ട് അവിടെ എന്ത് നമ്മുടെ അരയിൽ തന്നെ ഉണ്ട്, ന്യൂ അരയിലുണ്ട് 2ഉം 1ഉം ആണുള്ളത്. എന്ത് 4ഉം 3നെയും നമ്മൾ എന്ത് ചെയ്തു അതിൽ നിന്ന് ഡിലീറ്റ് ആക്കി കളഞ്ഞു. ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത്, അടുത്ത കാര്യം ചെക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി റൺ ചെയ്തിട്ട് നോക്കാം. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ അവസാനത്തിൻ്റെ തൊട്ട് മുമ്പുള്ളതാണ് എന്ത് വന്നിട്ടുള്ളത് 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഓക്കെ ഞാൻ സൈസ് 5നെ കൊടുത്ത് എന്നിട്ട് ഓക്കെ 1 2 3 ഇനി ഇവിടെ 5 ഇവിടെ കൊടുത്തിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യുക 4 കൊടുക്കാം. ഓക്കെ ഇപ്പോൾ ഒരു വിയേർഡായിട്ടുള്ള ആൻസർ ആയിട്ടില്ല 1 2 3 5 4 എന്ന് പറഞ്ഞിട്ട് സെയിം അതുപോലെ തന്നെ കിട്ടിയിട്ട്. കാരണം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എന്ത് ചെയ്തിട്ടില്ല 4നെ ഡിലീറ്റ് ആക്കി കളഞ്ഞില്ല. കാരണം 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ വന്നു, പക്ഷെ എന്ത് ചെയ്തില്ല തൊട്ടടുത്തതിനെ ഡിലീറ്റ് ആക്കിയില്ല. പക്ഷെ ഇതിനെ ഡിലീറ്റ് ആക്കാൻ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്തിട്ടുള്ളത് സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഒരു എൽസ് ഇഫ് കണ്ടീഷൻ കൊടുത്തിട്ട് അതിനകത്ത് എന്ത് കൊടുക്കാം I+1 എന്താണ് നോക്കുക ലെസ് ദാൻ സൈസ് ആണോ, കാരണം ഒന്നെങ്കിലും എന്ത് ചെയ്യാണ്ട് നമുക്ക് അതിനേക്കാൾ ചെറുതാണോ നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് ഒന്നിനെ പോസിബിൾ ആണ് അവിടെ സ്കിപ്പ് ചെയ്യാനുള്ള അവസരമുണ്ട്. കാരണം ഒരു എലമെന്റ്സ് അവിടെ ഉണ്ട് എന്ന് ഉറപ്പാണ്. 5 വന്നു കഴിഞ്ഞാലും തൊട്ടടുത്ത് 4 ഉണ്ടെന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അതിനെ സ്കിപ്പ് ചെയ്ത് കളയാം. അപ്പോൾ അതിൻ്റെ വാല്യൂ ഇവിടെ I പ്ലസ് അസൈൻ 1 കണ്ടോ ഒരു എലമെന്റ്സിന് നമ്മൾ അവിടെ സ്കിപ്പ് ചെയ്യും. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ 5 എന്ന് കൊടുക്കുന്നു, ഇനി 1 2 3 4 കൊടുക്കണ്ട, ഇവിടെ 5 കൊടുത്തിട്ട് നെക്സ്റ്റ് 4 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ ഇപ്പോൾ കറക്റ്റ് 4നെ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞില്ലേ. ഇത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ല നിങ്ങൾക്ക് രണ്ടെണ്ണത്തിന് മാത്രം വന്നു കഴിഞ്ഞാൽ മാത്രം സ്കിപ്പ് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇനിയിപ്പോൾ നിങ്ങൾക്ക്
ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത് ഇപ്പോൾ എഫ് ഇൻഡെക്സ് പ്ലസ് പ്ലസ് ഒക്കെ എന്തിനാണ് കൊടുത്തിരിക്കണമെന്നൊക്കെ പലർക്കും ഡൗട്ട് വരും. ഇപ്പോൾ ഒന്നുമില്ല, ആ ഒരു പൊസിഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, എഫ് ഐയിലുള്ള വാല്യൂവിനെ ആഡ് ചെയ്ത് വെക്കുന്നു, അതായത് ആ ഒരു പൊസിഷനിലോട്ട് അസൈൻ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഇൻഡെക്സിനെ എന്ത് ചെയ്യുക, നമ്മൾ പിന്നെയും ഇൻക്രിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നെക്സ്റ്റ് പൊസിഷനിലോട്ട് ഇങ്ങനെ വാല്യൂ വെച്ച് വരാൻ പറ്റും. അത്രേ ഉള്ളൂ. ഇനി ഇവിടെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് സ്കിപ്പ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേറെ രീതിയിലും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്ത് നോക്കും. ഓക്കെ, നമുക്ക് അതിൻ്റെ വാല്യൂ 3 ആയിട്ട് കൊടുക്കാം, സോറി സൈസ്. ഇനി ഇവിടെ 1, 5 അതുപോലെ 3 എന്ന് കൊടുക്കാം. ഓക്കെ, 1ഉം 5ഉം മാത്രമായിട്ട് കിട്ടി. 3നെ എന്ത് ചെയ്തു, അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഡിലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ അത്ര എലമെന്റ്സ് അതിൽ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ സൈസ് വരെ പ്രിന്റ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വേറെ കാര്യം കൂടി ചെയ്യാം, സൈസ് വരെ പ്രിന്റ് ചെയ്യണമെന്നില്ല, വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇൻഡെക്സ് എന്ന് ഡയറക്റ്റ് കൊടുക്കാം. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും സെയിം രീതിയിലായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ചാനൽ ഇനിയും സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. See you.